ഈ വീഡിയോ കേട്ടോ കേട്ടോ. ഞാൻ താങ്കളോട് രണ്ട് കാര്യങ്ങൾ, താങ്കൾ ഇപ്പൊ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന. 1925 RSS രൂപീകൃതമാകുന്നത്. 1870 ഈ ഗാനം ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930 ഉണ്ടായത്? 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930? ഇനി അത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ? RSS ആണോ? ആ വിഭജന കാലത്ത് ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഞാൻ ആര്യയുടെ എന്നല്ല, ഈ പൊളിറ്റിക്കൽ അധികാരം ഉറപ്പിക്കാനും പൊളിറ്റിക്കലി ഇതിനെ രണ്ടാക്കി നിർത്തിക്കൊണ്ടല്ലേ വിഭജിച്ചത്. അന്ന് വിഭജിച്ച് കൊടുത്തതിന് ശേഷവും ഇന്നും ഈ നാട്ടിനകത്ത് വന്ദേ മാതരം, ഞാൻ വേറെ RSSന്റെ ഗണഗീതം പാടണമെന്ന് പറയുന്നില്ല, RSSന്റെ ഏതെങ്കിലും പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നില്ല, BJPയുടെ ഏതെങ്കിലും ഒരു സോങ് നിങ്ങൾ പാടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ വന്ദേ മാതരം ആദ്യമായി നിരോധിച്ചത് ആരാണെന്ന് അറിയാമോ? ആര്യ? ബ്രിട്ടീഷുകാരാണ്. എന്തിനാണ് നിരോധിച്ചതെന്ന് അറിയാമോ? ഈ നാട്ടിൽ ജാതി മത വർഗ വർണ്ണ ഭേദം ഈ നിലയ്ക്കാണ് നമ്മുടെ നാട് പോകണമെങ്കിൽ വല്ലാത്തൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ടി കേട്ടോ. ഉറപ്പണത്, ഊർജ്ജം ഉറപ്പാണ്. എനിക്കറിയില്ല എൻ്റെ പൊന്നു അച്ഛനെ എന്തൊട്ടും മൈനൊക്കെ ഉണ്ടാവും പോണത്.